ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കലക്കി ചുട്ട പത്തിരിയാണ് കേട്ടോ. അപ്പോൾ അതിന് അരിപ്പൊടിയോ പച്ചരി അരയ്ക്കോ ഒന്നും ചെയ്യേണ്ട, എളുപ്പത്തിൽ രാവിലെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു ഗ്ലാസ് ഞാൻ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ അര കപ്പോളം തേങ്ങ രാഗിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പിന് ഒരു അര കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ്, അതിൽ കൂടുതൽ തേങ്ങ ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് അതിന് മുകൾ ഭാഗത്ത് വെള്ളം നിൽക്കുന്നത് വരെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളം നോക്കിയിട്ട് ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കട്ടിക്കുള്ള മാവായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്കിത് ലൂസാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കാരണം നല്ല കട്ടിയുള്ള മാവായിട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങനെ പാടില്ല. അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആ മിക്സീൻ്റെ ജാറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ ഈ പുട്ടുപൊടിയും തേങ്ങയും കൂടെ അരയ്ക്കുന്ന സമയത്ത് ചേർക്കാം. ഞാനിപ്പോൾ അപ്പം ചേർത്തിട്ടില്ല കേട്ടോ, അത് ഏത് സമയത്ത് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനിപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കല്ലുപ്പായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിപ്പായാലും കല്ലുപ്പായാലും ഒന്നും പ്രശ്നമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പുട്ടുപൊടിനെ തേങ്ങൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കരുത് മടിയായിട്ട്. നമ്മൾ ഇത് ചതച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊരു 5 ചെറിയ ഉള്ളിയും ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവുമാണ്. ഇത് ചതച്ച് തന്നെ ചേർക്കണം. നമ്മൾ മടി കാണിച്ചിട്ട് അതിലിട്ട് അരച്ചെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല, വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. നല്ല എളുപ്പമല്ലേ, രാവിലെയൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പത്തിരീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നല്ല ലൂസും അല്ല, എന്നാൽ നല്ല കട്ടിക്കും ഇരിക്കാൻ പാടില്ല കേട്ടോ. ഇനി ദോശക്കല്ലൊന്ന് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഒന്നൊരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. തുണിയോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ പതുക്കെ ആക്കാനേ പാടുള്ളൂ. നമ്മൾ ദോശയൊക്കെ പരത്തുന്ന മാതിരി അങ്ങനെ അമർത്തി പരത്തി എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് അതിനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തൊട്ടുകൊടുത്താൽ മതി. എന്നിട്ട് ഇതിന് മുകൾ ഭാഗം ഫുള്ളായിട്ട് ഡ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. അപ്പോൾ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന് മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇത്തിരി എണ്ണയൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മുകൾ ഭാഗം ഡ്രൈ ആവാണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വേഗം പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് മുകൾ ഭാഗം ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുന്നത്. ആ മുകൾ ഭാഗം ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെ പുട്ടുപൊടി മാത്രം മതി. പുട്ടുപൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇനി അരി അരച്ച് വെക്കുകയോ ഒന്നും വേണ്ട, എളുപ്പത്തിൽ ചെയ്ത് നല്ല ടേസ്റ്റുള്ള ഒരു പത്തിരിയാണും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗം അധികം ഡ്രൈ ആവാതെ ഞാൻ മറിച്ചിടാൻ ശ്രമിച്ചതാണ്, പൊട്ടിപ്പോവാൻ ചാൻസ് വന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് മറിച്ചിടുക, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ പത്തിരിയും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് മുട്ട ചമ്മന്തിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലൊരു കോമ്പാണ് ഇതിന്, മുട്ട ചമ്മന്തി. അതുപോലെ തന്നെ ചിക്കൻ കറിയും ബീഫ് കറിയും ഇനി മുട്ട പൊരിച്ച കറി ഉണ്ടല്ലോ, അതൊക്കെ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്, കാരണം ചെറിയുള്ളിൻ്റെ ആ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് വെറുതെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്.